welcome to Super Prime Time Live Show 3 in 1. ഞാൻ നിങ്ങളുടെ സിബി. It's powered by Time Express Cargo, gift sponsored by Green Olive Beauty Saloon and Ujala. അങ്ങനെ ഒരു വെനസ്ഡേ ആയിരിക്കുകയാണ്, October 2nd. നമ്മുടെ എല്ലാവർക്കും ഇന്ത്യയിൽ ജനിച്ച എല്ലാവർക്കും അറിയാം ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഇന്ന് ഗാന്ധി ജയന്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കുറേ കഥകൾ നമ്മൾ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അല്ലാതെ നമുക്ക് അറിയാവുന്നതുകൊണ്ട്, അപ്പോൾ ഒരു കണ്ണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ രാജ്യം പോകുന്നതെങ്കിൽ എല്ലാവരും തന്നെ നശിച്ചു പോകുന്നൊക്കെ വളരെ വളരെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ ഒരു മനുഷ്യനാണ്. പക്ഷെ ഇന്നത്തെ ഒരു ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങൾ എടുക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഒക്കെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ സമാധാനവും സന്തോഷവും ഒക്കെ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങാം. ഇന്ന് ഞാനൊരു 5 minutes ലേറ്റ് ആണ്. 5 അല്ല, ലേറ്റ് ആണ്. വൈ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. കാരണം റോഡിലോട്ട് ഇറങ്ങി കഴിയുമ്പോൾ അറിയാം, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെതായിട്ടുള്ള കാറ്റും പ്രശ്നങ്ങളും ഒക്കെ ഈ ആഴ്ചകളിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക് ആയിരുന്നു. എങ്ങനെയൊക്കെയോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ കാണാൻ ഞാൻ വരാതിരിക്കത്തില്ല. സോ ഐ കെയിം ഓൺ ടൈം. 5 minutes late though. Anyway, പെട്ടെന്ന് വിളിക്കുക. എന്നെ വിളിക്കുന്ന നമ്പർ 042392 ഹലോ. ഞാൻ ഓർത്തൊരു കോളർ ഉണ്ടെന്ന്. പെട്ടെന്ന് ഞങ്ങളെ ഫോൺ വിളിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ റെഡിയാണ്. GK മൂവീസ് ഉണ്ട്, അതുപോലെ തന്നെ യുവർ ചോയ്സ് വരും, മ്യൂസിക്, ഇമേജ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് ഗാന്ധി ജയന്തി മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഇന്നിപ്പോൾ സ്കൂളൊക്കെ എല്ലാവർക്കും ഒന്ന് അവധിയായിരിക്കും. പക്ഷെ ദുബായിൽ നമുക്ക് അല്ലല്ലോ, നമ്മൾക്കൊക്കെ സ്കൂളുണ്ട്. എല്ലാവരും ഇപ്പോൾ ഒക്ടോബർ എന്ന് പറയുമ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയതുകൊണ്ട് കുറേ ആൾക്കാർക്കൊക്കെ അസുഖം, മിക്കവർക്കും പനി, ചുമ. ബിക്കോസ് ഈ ഒരു മഴയൊക്കെ എൻജോയ് ചെയ്ത് കാണുമായിരിക്കും. എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ പൊടിക്കാറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സിക്കാവാൻ അത് മതി. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ തന്നെ നിന്ന് സംസാരിക്കാതെ നിങ്ങൾ വിളിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും. ഞാൻ പിന്നെ മറ്റേ ഗോട്ട് കണ്ടു കേട്ടോ, OTT റിലീസ് ആയതുകൊണ്ട് ഞാൻ അത് കണ്ടു. വിജയുടെ മൂവി എനിക്ക് വിജയിനെ ഇഷ്ടമുള്ളത് കൊണ്ട് വിജയിനെ നോക്കിയിരുന്നു. അല്ലാതെ സിനിമ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ അതൊരു മിഡ് ആണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം എന്തൊക്കെയൊക്കെയോ ഒരു പ്രോബ്ലം എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്ക് അറിയത്തില്ല. ഓരോരുത്തരുടെയും ആസ്വാദനം ഇസ് ഡിഫറെന്റ്. ബട്ട് എൻ്റെ സൈഡിൽ നിന്ന് പറയുവാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു ഓക്കെ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പുതിയ എന്തെങ്കിലും ത്രില്ലേഴ്സോ മൂവീസോ ഉണ്ടെന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരാൾ ഒരു കമന്റ് ചെയ്തിരിക്കുന്നു വധ് എന്നൊരു മൂവിയെ കുറിച്ച്. അപ്പൊ ഞാൻ അതും സെർച്ച് ചെയ്ത് നോക്കിയേ. ഞാൻ ആ സിനിമ ഇന്ന് കുറച്ച് നേരം സമയം കിട്ടിയപ്പോൾ ഇരുന്നും കൂടെ കണ്ടു തീർത്തത്. അതൊരു ഹിന്ദി മൂവിയാ. ഒരു പ്രായമായിട്ടുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും ഉള്ള ഒരു മുത്തശ്ശിയും ഏജ് ആയിട്ടുള്ള 2 മെയിൻ കഥാപാത്രമാണ്. അതിനകത്തെ ലേഡി ആക്ട്രസ് ഇസ് നീന ഗുപ്ത. അതിനോ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, നല്ലൊരു ആക്ട്രസ് ആണ്. ആ മെയിൻ ആക്ടറായിട്ട് വന്ന ആ ഒരു പ്രായമുള്ള മനുഷ്യനും ഹിസ് ബീൻ ആക്ടഡ് ഇൻ സോ മെനി മൂവീസ്. കൂടുതലും കോമിക് റോൾസിലൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ബട്ട് ഈ മൂവിയിൽ വധ് എന്നുള്ള മൂവിയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പല സീക്വൻസ് കാണുമ്പോഴും നമ്മുടെ മലയാളം സിനിമയിൽ ഒരു ഹിറ്റായിട്ടുള്ള, കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഞാൻ അതിന്റെ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല, വളരെ ഹിറ്റായിട്ടുള്ള പോയ ഒരു ക്രൈം ത്രില്ലർ മൂവിയുടെ സിമിലാരിറ്റി തോന്നും. ഇത് കുറച്ചുകൂടി ഒരു സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഞാൻ കണ്ടിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് മൂവി കേട്ടോ. അങ്ങനെ ബോറടിപ്പിച്ചൊന്നുമില്ല, നല്ലതായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് സിനിമകളെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാൻ ഇഷ്ടം സിനിമയാട്ടോ. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് പിന്നെ ഐഫ അവാർഡ് ഇവിടെ നടന്നായിരുന്നു. കുറെ പേരൊക്കെ ഇവിടെ അബുദാബിയിലായിരുന്നോണ്ട് പോയി കാണാൻ പറ്റിയെന്ന് തോന്നുന്നു. ഷാരൂഖ് ഖാനും മറ്റേ തോബ ചെയ്ത ആരായിരുന്നു, ആ പുള്ളിയും കൂടെ, വിക്കി കൗശാൽ. ചിലപ്പോൾ പേരുകൾ കിട്ടത്തില്ല പെട്ടെന്ന് കേട്ടോ. അപ്പൊ വിക്കി കൗശാലും കൂടെ ആയിരുന്നു പരിപാടിയിൽ. ഭയങ്കര കുറേ ഗ്ലിംസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പൊ അങ്ങനെ സിനിമാ കാര്യങ്ങളും അതുപോലെ തന്നെ ഗാന്ധി ജയന്തിയുടെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ബിക്കോസ് നിങ്ങൾ ഫോൺ വിളിച്ചാലല്ലേ എനിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കാണുവാണെങ്കിൽ കുറച്ച് സ്പ്രിങ് മുടിയാക്കിയിട്ടുണ്ട്. അതും ഞാൻ കുറച്ചൊന്ന് 2 minutes ലേറ്റ് ആവാൻ കാരണം നമുക്കിവിടെ മെറിയ ചേച്ചിയുണ്ട് നമ്മൾ ഒരുക്കുന്നത്. മെറിയ ചേച്ചിയാണ് ഈ സ്പ്രിങ് മുടിയുടെ ഒക്കെ പിന്നിലുള്ള ആള് കേട്ടോ. എന്റെ മുടി സ്പ്രിങ് ആക്കണം എന്നുണ്ടെങ്കിൽ എളുപ്പമാ, കാരണം കുറച്ച് മുടിയേ ഉള്ളൂ. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ.
ഹലോ, ശൈല. എന്നാ ഉണ്ട് ആന്റി വിശേഷം? അങ്ങനെ പോണ്. ഞാൻ ശനിയാഴ്ച നാട്ടിൽ പോണു. ശനിയാഴ്ച നാട്ടിൽ പോവാണോ? എന്തേലും അത്യാവശ്യത്തിന് പോവാണോ, ചുമ്മാ പോവാണോ? ഞാൻ വിസിറ്റിംഗ് വിസയിലല്ലേ നിൽക്കണം, അപ്പൊ വിസ ചേഞ്ച് ചെയ്യാം. വിസ ചേഞ്ച് ചെയ്യാൻ പോവാ അല്ലേ? ഓക്കെ. അത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഇതിന് മുന്നേ ഒരു തവണ വിളിച്ചപ്പോഴും വിസ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. ഇത് റെസിഡൻസ് വിസ ആയില്ല, ഇനിയിപ്പോ ഇൻഷാല്ലാ എടുക്കണം. ബാലിക്കിന് ആക്ച്വലി പ്രൊമോഷൻ ഒക്കെ കിട്ടിയില്ലായിരുന്നോ? ഇനിയിപ്പോ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നീ ഇപ്പം പെർമനന്റ് വിസയിൽ വരാം അല്ലേ? അത് ഇത്തിരി പ്രശ്നമുണ്ട് എനിക്ക്. എന്റെ മോന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇത്തിരി സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അവന്റെ കുഴപ്പമില്ല, എന്റെ നത്താടെ ഇത്തിരി വ്യത്യാസമുണ്ട്. അതൊന്നും ഇതാക്കണം പോയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണെങ്കിലും നാട്ടിൽ പോയിട്ട് അപ്പൊ ഒത്തിരി ദിവസത്തെ കാണുമോ? കുറച്ച് ദിവസത്തേക്ക് ഉള്ളോ? ഇല്ല, കുറച്ച് ദിവസം ഇവനിവിടെ ഒറ്റയ്ക്കാവോണ്ട് വരണമെന്നാണ് പെട്ടെന്ന്. അതെ അതെ. മോനെ തന്നെ ഇട്ടിട്ട് അങ്ങനെ പോവാൻ ഉമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? ഓക്കെ. വീട്ടിലിരുന്ന് ഏതെങ്കിലും പഴയ സിനിമയോ പുതിയ സിനിമയോ എല്ലാം കണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ കാണാറില്ല. ആണോ? പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഇപ്പൊ ഒരു പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നോ? മറ്റേ ജ്യോതിർമയി എന്ന് പറഞ്ഞ പഴയ നമ്മുടെ പഴയ ഒരു സിനിമ, ചിങ്ങമാസം വന്നു ചേർന്നാൽ കളിച്ച ആ ജ്യോതിർമയുടെ പുതിയൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടായിരുന്നോ? കണ്ടില്ലേ? എന്റെ എല്ലാ സ്റ്റോറിയിലും ഇപ്പൊ ആ പാട്ടാ ഞാൻ ഇടുന്നേ. കണ്ടില്ല? അതിങ്ങനാണ്: ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്റെ സ്തുതി. കണ്ടിട്ടില്ല? ഇപ്പൊ ഫുൾ പാട്ടില് എന്റെ സ്റ്റോറി മൊത്തം കണ്ടാ മതി. ഇങ്ങനെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്റെ സ്തുതി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പാട്ട്. അതിനകത്ത് നമ്മുടെ ചാക്കോച്ചനില്ലേ, ചാക്കോച്ചന്റെ ഡാൻസ് കാണണം. ഇപ്പത്തെ കൊച്ചു ചെറുക്കന്മാരെയൊക്കെ തോപ്പിക്കുന്ന ലെവലിലാ. ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വരുവാ കേട്ടോ. ഇതൊക്കെ ഇരുന്നിടയ്ക്ക് കാണണം. എന്നിട്ടൊരു ഡാൻസ് കളിക്കണം വീട്ടിൽ, ആരും കാണാതെ. എപ്പോഴെങ്കിലും ആരും കാണാതെ ഡാൻസ് കളിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ലേ? ഞാനൊക്കെ ചെയ്യട്ടോ. ഞാൻ ആരും കാണാതെ ഇല്ല, കണ്ടുകൊണ്ടും കളിക്കും. അതല്ല കൊച്ചാണോ ഞാനൊന്നും പറയുന്നില്ല. എന്തിയാ മാലിക് ജിമ്മി പോയോ? ഓക്കെ. അത് കേൾക്കുമ്പോ തന്നെ സന്തോഷം കേട്ടോ. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുമല്ലോ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 5:45 എത്തുവൻ. ജോലി എങ്ങനെയാണ്? ഭയങ്കര സ്ട്രെസ് ഉള്ള ജോലിയാണോ അതോ ഓക്കെ ആണോ കാലക്കിന്? 8 തൊട്ട് 5 മണി വരെ വീടെത്തും. എത്തും. ഓക്കെ. അപ്പൊ ഇന്ന് എന്തുവായിരുന്നു ഫുഡ്? ഇന്നിപ്പോ ചിക്കൻ കറി ഇരിപ്പുണ്ട്, ഒരട്ടിയും കൂടെ ചുടാന്ന് വിചാരിച്ച്. ഇപ്പോ നമ്മള് ഭക്ഷണത്തിന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ മധുരം കഴിക്കാനാണോ, എരിവ് കഴിക്കാനാണോ, പുളി കഴിക്കാനാണോ ഇഷ്ടം? എനിക്കാണെങ്കിൽ മധുരമാണ് ഇഷ്ടം, പക്ഷെ ഷുഗർ ഉണ്ട്. ആണല്ലേ? എനിക്കും ഷുഗർ ഇതുവരെ വന്നിട്ടില്ല, വരാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഞാൻ മധുരം മാത്രം എന്തോ ചോറുണ്ട് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും ഒരു മധുരം ഒന്ന് വായിടണം. സത്യം, പണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അസുഖവും ഇല്ലായിരുന്നു. അങ്ങനെ ശീലമായി. ഇപ്പാണ് ഞാൻ ഇങ്ങനെ തപ്പി നടക്കുവാ. ഏതാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ളതാ. ചോക്ലേറ്റോ ഐസ്ക്രീമിനോട് വലിയ താല്പര്യമില്ല. ഇപ്പൊ ഈ ഓണ സീസൺ ആയതുകൊണ്ടേ ബിസ്ക്കറ്റ് എന്തെങ്കിലും ഒന്ന് വായിട്ടാ ഒരു തൃപ്തിയാണ്. സത്യം കേട്ടോ. നമ്മള് ഭയങ്കര ഒരേ തുല്യ ദുഃഖിതരാ കേട്ടോ. ഓക്കെ. ഇന്ന് ഏത് ചോയ്സാ വേണ്ടേ? അങ്ങനെയാണ് സ്റ്റാർട്ട് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ? അതാ പറഞ്ഞ നമ്മൾ അതിലോട്ട് പോവാണ്. കാരണം ഞാൻ എവിടെയും ഒരു റിലേ പോയിട്ടുണ്ടെന്ന് തോന്നി. ഈ സ്പ്രിംഗ് ഇട്ടത് കൊണ്ടേ തലമുടി ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഒരു ചേച്ചിയുണ്ട് ഇപ്പൊ നമ്മളെ ഒരുക്കാൻ. ആ ചേച്ചിയുടെ പേര് മെറിയാന്നാ. മെറിയ ചേച്ചിയുടെ നന്നായിട്ടുണ്ടല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അപ്പൊ അന്നാ പറഞ്ഞു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട് പറഞ്ഞായിരുന്നു കേട്ടോ ടോണി കമ്പ്യൂട്ടർ. സ്റ്റോപ്പും പറഞ്ഞു കേട്ടോ ടോണി കമ്പ്യൂട്ടർ. നിരഞ്ജൻ ഇന്ന് ലീവ് ആണെന്ന് തോന്നുന്നു. അത് വീട്ടിൽ സിക്ക് ലീവ് ആണോ അത് ചുമ്മാ ഇരിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ടോണി ഉണ്ട്. പിന്നെ നമ്മുടെ അവിടെ റെജിൽ അല്ലേ, റെജിൽ എന്നാണ് പേര്. റെജിൽ ഉണ്ട്. അതെ, പുട്ടുണ്ട്, കടലയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ഓക്കെ. മൂവി നിരഞ്ജൻ ഇന്ന് അവധി എടുത്ത് വീട്ടിലിരിക്കുവാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ. അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ സത്യന്റെ കഥാപാത്രത്തിന്റെ പേരെന്താണ്? ശ്രീനി, പപ്പു, ചെല്ലപ്പൻ. ചെല്ലപ്പൻ ആണോ? നോക്കാം. പണ്ട് കാലത്തെ ഒരു പേരെടുത്ത് അങ്ങ് പറഞ്ഞു. 3 പണ്ട് കാലത്തെ അല്ലേ? പപ്പു ഓടയിൽ നിന്നാണ്. ശ്രീനി
വളരെ ഇത് ചെയ്തിട്ട് ശരിയാണോ നോക്കാം കേട്ടോ. ചെല്ലപ്പനായിരുന്നു. അനുഭവങ്ങൾ പാളിച്ചകളിൽ സത്യൻ സാറിന്റെ പേര് ചെല്ലപ്പൻ ആയിരുന്നു. ഓക്കെ നമുക്കപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതുക്കെ പോയാലോ. സത്യന്റെ ഒക്കെ അഭിനയിച്ച പടങ്ങളൊക്കെ കുറെ എണ്ണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. അപ്പൊ സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞു. യുവർ ചോയ്സാ, ഏതാ വേണ്ടേ? യുവർ ചോയ്സാ, ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇമേജ്. ഓക്കെ ഇമേജ്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കോണം കേട്ടോ. ഓക്കെ അപ്പം ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്റെ സ്തുതി. സിനിമ ഏതാണ്? ഇംഗ്ലീഷ് മീഡിയം ആണോ? അമ്മ അമ്മായി അമ്മയാണോ? കല്യാൺജി ആനന്ദ്ജി ആണോ? വന്നില്ലായോ? ഇത് ചിലപ്പോ പറയുമായിരിക്കും. ഇത് ഓപ്ഷൻ ബി ആണ്, അമ്മ അമ്മായി അമ്മ. ഈ സിനിമക്കകത്തല്ലേ 500 തയ്ക്കാൻ എനിക്ക് 2 സാരി കൂടെ വേണമെന്ന് പറയുന്നത് അല്ലേ? എനിക്ക് 3 അനിയത്തിമാരാണ്. അവരെന്റെ അടുത്ത് വരുമ്പം ഞാൻ ഇടയ്ക്ക് പറയുന്ന ഡയലോഗാ. ഞാൻ മൂത്തയാളാ. അപ്പൊ ഞാൻ എന്തോ അതെ, ഞാൻ എല്ലാം കൊടുക്കും കേട്ടോ. എനിക്ക് സത്യാവസാനം ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ട് പറയും, 500 തേക്കാൻ എനിക്ക് 2-3 എണ്ണം കൂടെ ബാക്കിയുണ്ട്, അതുകൊണ്ടൊന്നും എടുക്കരുത് കേട്ടോ. ചുമ്മാ പറയുന്ന കേട്ടോ. ലൈക്ക് എന്റെ അനിയത്തിമാർക്കാണല്ല. ഓക്കെ നമുക്ക് അത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ജി കെയിലൊരു പുലിയാണ്. നമുക്ക് നോക്കാം. ഓക്കെ. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? സേവന മേഖല, വ്യവസായം, കൃഷി. എന്തുവാ എന്താണ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? വ്യവസായോ? ആണോ? പക്ഷെ എനിക്കത് കണ്ടപ്പോ തോന്നിയത് കൃഷി എന്നായിരുന്നു കേട്ടോ. കൃഷിയാ ഉത്തരം. അവസാനം തേർഡ് ആൻസറിൽ വന്ന് ചിലപ്പോ മിക്കവാറും പ്രശ്നമാക്കാറുണ്ട്. ഓക്കെ അപ്പം അടിപൊളി. അങ്ങനെ നമ്മള് തേർഡ് വരെ വന്നു, അതന്നെ വലിയ കാര്യം. ഓക്കെ അപ്പം ഇനിയെ വിളിക്കാം കേട്ടോ. ഇന്നിപ്പോ ഞാൻ തന്നെ ഉള്ളൂ. നിങ്ങൾ എല്ലാരും വിളിച്ചില്ലെങ്കിൽ ഞാൻ സംസാരിച്ച് ഇവിടെ തീരുമാനമാകും. ഓക്കെ താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ അപ്പോ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിൽ വന്നപ്പം കൃഷിയാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയായിരുന്നു. സാധാരണ ഉത്തരങ്ങളൊക്കെ ഞാൻ തെറ്റായിട്ട് വിചാരിക്കാറുള്ളൂ. ഇത് മാത്രം എനിക്ക് തോന്നിയായിരുന്നു. മേ ബി അത് പറഞ്ഞില്ല. ചിലപ്പോൾ വ്യവസായം എന്ന് തോന്നി, ബിസിനസ് അത് തോന്നി കാണും. എനിവേ ഇത് ഞാൻ വേറൊരു സ്റ്റോറി പറയാവേ. ഞാനത് കണ്ടതാ വീഡിയോ. ശരിയായിരിക്കാം. ഓക്കെ അപ്പൊ നമ്മള് പണ്ട് നമ്മുടെ സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്യാൻ പോയ സമയത്ത് ഇങ്ങനെ സൈന്യത്തിൽ വയ്യാതായവരെ കടത്തുന്ന സെഷൻ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ അപകടം പറ്റി കടത്തുന്ന സെഷനിൽ കുറെ പേര് കിടക്കുന്നുണ്ട്. അപ്പൊ അവരെയും കാണാൻ ജവഹർലാൽ നെഹ്റു പോകുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ആൾക്കാർ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു വരുമ്പോഴത്തേക്കും നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് സ്മൈൽ അറ്റ് ഹിം ആൻഡ് അങ്ങനെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ജവഹർലാൽ നെഹ്റു വന്നു. എല്ലാവരും ഇങ്ങനെ കണ്ടു കിടന്നപ്പം ഒരു ബെഡിൽ ഒരാൾ കിടക്കുന്നു. എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞു ഇല്ല, നോ സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇല്ല എനിക്ക് സംസാരിക്കണം. അപ്പൊ ജവഹർലാൽ പറഞ്ഞു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാനിങ്ങനെ എൻ്റെ കാല് പ്രശ്നമായിട്ട് കിടക്കുവാണ്. അപ്പൊ സൈന്യത്തിന്റെ മേധാവികൾ തീരുമാനിച്ചു എൻ്റെ കാല് മുറിച്ചു കളയണമെന്ന്. പക്ഷെ എന്റെയോ എൻ്റെ വീട്ടുകാരുടെയോ അനുവാദം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് സമ്മതമല്ല, എൻ്റെ കാല് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് ജവഹർലാൽ നെഹ്റു പോയി. അപ്പൊ അന്ന കാലത്ത് നമ്മൾക്ക് സൈനികർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മേധാവികളാണ്. അവർക്കോ അവരുടെ ഫാമിലിനോടോ അവർ ചോദിക്കാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഞാൻ ഈ കേട്ട കാര്യങ്ങളും ഇതാണ് പറയുന്നത്. അപ്പം ജവഹർലാൽ നെഹ്റു ഒരു ഉത്തരവ് ഇറക്കി, അങ്ങനെ പാടില്ല, അവരോട് ചോദിക്കണം, എന്നിട്ട് മാത്രമേ തീരുമാനം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യൻ അങ്ങനെ സൈന്യത്തിൽ വയ്യാതായല്ലോ.
അത് നിർത്തി നാട്ടിലേക്ക് വന്നു, നമ്മുടെ കേരളത്തിലേക്ക് വന്നു. ഓക്കെ, കേരളത്തിലേക്ക് വന്നിട്ട് ആ മനുഷ്യൻ കാലൊക്കെ ചികിത്സയൊക്കെ ചെയ്ത് അത്യാവശ്യം നടക്കാൻ തുടങ്ങി. അന്ന് ആ ചെറുപ്പക്കാരൻ നടന്ന് എവിടെയൊക്കെയാണ് കയറി വന്നതെന്നറിയോ? നമ്മുടെ മലയാള സിനിമയിലേക്ക്. മലയാള സിനിമയിലെ പെരുന്തച്ഛൻ എന്നറിയപ്പെടുന്ന തിലകനായിരുന്നു അത്. അപ്പൊ ആ ഇത് കണ്ടത് ഞാൻ ഇങ്ങനെ ഒരു അന്ന് തിലകന്റെ ചെറുപ്പത്തിലെ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ സൈന്യത്തിലൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണോ എന്ന് ഞാൻ വിചാരിച്ചു. ദെൻ ഐ തോട്ട് ഐ ഷെയർ വിത്ത് യു ഓൾ ആ കഥയെ കൂടെ. അപ്പൊ അതായത് നമുക്കൊരു മനസ്സിൽ നല്ല ദൃഢനിഷ്ഠയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവര് ഒരു നല്ല നിലയിൽ തന്നെ എത്തിയിരിക്കും. നമുക്കൊരു കോളർ ഉണ്ട്, കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? ഷീജ. ആരാ? ഷീജ. ഷീജ. ഷീജ, എന്നാ ഉണ്ട് വിശേഷം? ഓ, സുഖം. ഞാനിവിടെ തന്നെ നിൽക്കുന്ന കണ്ടായിരുന്നോ? കണ്ടു കണ്ടു. ആ, നന്നായി വിളിച്ചത് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞു. ഓക്കെ ഷീജ, എവിടുന്ന് വിളിക്കുന്നു? എന്നെ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. ഞാൻ അബുദാബിയാണ്. അബുദാബിയാണോ? ഷീജ എന്നാ ചെയ്യുന്നു? ഞാൻ നമ്മളെ കമ്പനി വർക്ക് ചെയ്യുന്നു. ആണോ? ഓക്കെ. ഷീജ പാട്ട് പാടുവോ? ചെറിയ പാട്ടൊക്കെ പാടും. ആ, ചെറുത് മതി. എനിക്ക് ഇന്നൊരു പാട്ട് കേൾക്കാൻ മൂട്. കാരണം ഇല്ലെങ്കിലുണ്ടല്ലോ, ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്റെ സ്തുതി എന്ന് പാടിക്കൊണ്ടേ ഇരിക്കോ തലയ്ക്കകത്ത്. ഓക്കെ, പാടിക്കോ ഷീജ, എനിക്കൊരു പാട്ട് കേൾക്കട്ടെ. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിനുക്കിയ സുന്ദരി, മിന്നുകെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേരണേ. നീ പാടുന്നു, ബാക്കിയുണ്ടോ? ഇല്ല ഇല്ല, ഇത്ര ഞാൻ പ്രിപ്പയർ അല്ലായിരുന്നു. ആ, പ്രിപ്പയർ ആവാതെ വേണം പാടാനായിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോ പാടുമായിരുന്നോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ പാടിയിട്ടേ ഇല്ല സ്കൂളിൽ. ഇല്ലേ? ഇപ്പം ഫാമിലി ആയിട്ടാണോ ഇവിടെ നിക്കുന്നത്? ആ, ഫാമിലി ആയിട്ടാണ്. ആ, ഓക്കെ. മക്കളൊക്കെ? മക്കള് മോനും മോളും ഉണ്ട്. മോൻ കല്യാണം കഴിഞ്ഞു. മോൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. സബ്ജക്ട് കേട്ടപ്പോ ഞാൻ ഓർത്തു ഒരു യങ് ഗേൾ ആണ്. MBA എടുക്കുന്നു UK ന്ന്. മോള് ഡോക്ടർ ചെന്നൈയില്. ഇപ്പൊ 2 മാസം കഴിയും. ഓ, ഞാൻ ഓർത്തു ഒരു ചെറിയ പെൺകുട്ടിയെ വിളിക്കുന്നത്. താങ്ക് യു. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെറിയ ശബ്ദമാന്ന്? ഇല്ല ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ആണോ? ആദ്യമായിട്ടാണോ UBLോട്ട് വിളിക്കുന്നത്? ആദ്യമായിട്ട്, ഫസ്റ്റ് ടൈം. ഓ, നന്നായി. ഇങ്ങനെ ആദ്യമായിട്ട് കുറെ പേരൊന്ന് വിളിക്കണേ. ഞാൻ എല്ലാരോടും പറഞ്ഞതാ. ഓക്കെ, അപ്പം ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ? ഇപ്പൊ വീട്ടിലിരിക്കുന്നു. അല്ല, വർക്ക് ചെയ്യാൻ പോകുന്ന ആളാണ്? ഞാൻ ഓഫീസിൽ പോകും. ഓഫീസിൽ പോകും. രാവിലെ ബിസിയാണ്? രാവിലെയൊക്കെ ബിസിയാണ്. ആ, ഓക്കെ. അപ്പൊ ഈ ജോലി അല്ലാതെ വേറെ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എന്താണ്? ജോലി അല്ലാതെ കുക്കിംഗ് ഇഷ്ടമാണ്. ആഹാ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകാറുണ്ടോ? ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോവാറുണ്ട്. അത്യാവശ്യം എല്ലാം പോവാറുണ്ട്. ഇപ്പൊ ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. 10 ദിവസം ആയേ ഉള്ളൂ. കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളെല്ലാരും ഗൾഫിലൊക്കെ കുറെ നാളായിട്ടുള്ളവരാണല്ലോ. നാട്ടിൽ നിന്ന് വരുമ്പോ മറക്കാതെ മേടിച്ചോണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാമോ? മറക്കാതെ മേടിച്ചോണ്ട് വരുന്നത് നമ്മളെ ഇതുണ്ടല്ലേ, പൊടി ഐറ്റം. മുളക് പൊടി, മല്ലിപ്പൊടി, പുളി, മഞ്ഞപ്പൊടി, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റങ്ങള്. കൂടുതലും പൊടികളാ കൊണ്ടുവരുന്നത്. അരിപ്പൊടി, വറുത്ത അരിപ്പൊടി. അങ്ങനെയൊക്കെ കൊണ്ടുവരും. അപ്പൊ അതൊക്കെ ചെല്ലുമ്പോഴേ എല്ലാം കൊണ്ടുവരും. നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന എന്തും, നല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാം കൊണ്ടുവരും. അല്ലാതെ ഇന്ന പ്രത്യേകിച്ച് ഇന്നത് കൊണ്ടുവരണം അങ്ങനെയൊന്നും ഇല്ല. ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ചിലവര് ചക്ക കൊണ്ടുവരും. ചക്ക എല്ലാം ഇപ്പൊ സീസൺ അല്ല. ചക്കയ്ക്ക് സീസൺ ആയിരുന്നപ്പോ നമ്മള് ചക്ക അതുപോലെ ഒരു മുറിക്കാതെ കൊണ്ടുവരും. എന്റെ ഡാഡിയും മമ്മിയും വന്നപ്പോ മാങ്ങ, പപ്പായ, കരിക്ക് എല്ലാം കൊണ്ടുവരും. അതെ, നമ്മുടെ നാട്ടിലത്തെ ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയാ അല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ എല്ലാം കിട്ടും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടാത്ത ഒന്നുമില്ല. ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് തമിഴ് സ്റ്റോഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടോ? തമിഴ് കടകൾ കണ്ടിട്ടുണ്ടോ? അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ വളരെ ഈ എന്താ പറയുന്നത്, ടെമ്പിളിലൊക്കെ ചെന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ല, അതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഹിന്ദിക്കാരൊക്കെ പോകുന്ന അല്ലാതെ പോലുള്ള കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ
അവിടെ ഇല്ലാത്ത ഒന്നുമില്ല, നാട്ടിലത്തെ ഒരു കുഞ്ഞു പാക്കറ്റ് വരെ അവിടെ ഉണ്ട്. അപ്പൊ അതുപോലെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? കുക്ക് ചെയ്യുമ്പം ഇന്നിപ്പോ കുക്കിംഗ് കഴിഞ്ഞോ? എല്ലാ സമയത്തൊക്കെ ചെയ്യുവോ? ഞാൻ സമയത്തൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പൊ വീട്ടില് നമ്മളെ ഒരു ആളും കൂടെ ഉണ്ട് കുക്ക് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാ ദിവസവും സമയത്തൊക്കെ ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ആൾക്കാരാണോ? ഞാൻ ഏകദേശം ചിലപ്പോ സിനിമയൊക്കെ കണ്ടൊത്തിരി ഡിലേ ആവും അങ്ങനെ. അപ്പൊ സിനിമയെ കുറിച്ച് പറഞ്ഞോളൂ. ഞാനൊരു ചെറിയ സിനിമ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ ഈ ഇടയ്ക്ക് കണ്ട സിനിമ ഏതാണ്? ഇപ്പൊ ലാസ്റ്റ് കണ്ടത് തലവൻ കണ്ടു. 2 ദിവസം മുന്നെയാണ് കണ്ടത്. അതിന് മുന്നേ കാണാൻ പറ്റിയില്ലായിരുന്നു. ആസിഫ് അലിയും ബിജു മേനോനും. എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? നല്ല പടമായിരുന്നു. നമുക്കൊരു ഈഗർനെസ്, നമുക്കത് കണ്ടോണ്ടിരിക്കാൻ എന്താ സംഭവിക്കുന്നത് അങ്ങനെ ഒരു ഇതുള്ള ഒരു പടമായിരുന്നു. അതെ, അങ്ങനത്തെ പടങ്ങളോടാണോ ഇഷ്ടം? അങ്ങനത്തെ നമ്മളെ പിടിച്ചിരുത്തുമല്ലേ നമുക്കത്. വാഴ കണ്ടോ? വാഴ കണ്ടു. വാഴ നാട്ടിൽ നിന്ന് തിയേറ്ററിൽ പോയി കണ്ടു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടായിരുന്നു. വാഴയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയൊക്കെ കാണുമ്പോ എന്താ പറയാ, നമ്മള് ശരിക്കും ആ റിയൽ ലൈഫിലേക്ക് കയറി പോകുന്ന പോലെ തോന്നും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് വലിയ നടന്മാരുടെ സിനിമ കാണുന്നതിലും നമുക്ക് നല്ല നമ്മൾ അവസാനം വരെ അത് അങ്ങനെ അത്രയും പിടിച്ചിരുത്തി നല്ല ചിരിച്ച് നല്ല സന്തോഷത്തോടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ ഒരു കോളർ എന്നോട് പറയായിരുന്നു, അതിനകത്ത് നോബി അച്ഛനായിട്ട് വന്നു. അതുപോലെ തന്നെ നോബി നല്ല ക്യാരക്ടറായിരുന്നു. അതിൽ മറ്റേ ആളുടെ പേര് ഞാൻ വിട്ടുപോയി. മിക്ക സിനിമയിലും ഉണ്ട്. മമ്മൂട്ടിയുടെ ഒക്കെ സിനിമയില് ഓട്ടോ ഡ്രൈവറായിട്ടൊക്കെ അഭിനയിച്ച കോട്ടയം നസീർ അല്ലാതെ വേറൊരാളില്ലായിരുന്നോ? പേര് കിട്ടുന്നില്ല. ആ 3 പേരും അടിപൊളി അപ്പന്മാരായിട്ട് കറക്റ്റ് ആയിട്ട് നല്ല അഭിനയമായിരുന്നു. അല്ല, അതിന്റെ അകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട രംഗം നോബിയോട് മകൻ പറയത്തില്ല എനിക്ക് എഞ്ചിനീയർ ആവണം. അപ്പൊ അമ്മ പറയത്തില്ല നിന്നെ കൊണ്ട് പറ്റത്തില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മളോട് ചിരിക്കാനുള്ളൊരു അവസരമായിട്ട് നമുക്ക് തോന്നത്തില്ല, പക്ഷെ പെട്ടെന്നായിരിക്കും വരുന്നത് ആ ഒരു ചിരി അല്ലേ? ഓക്കെ, നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയണേ. സ്റ്റാർട്ട്. ഹലോ, സ്റ്റോപ്പ് പറയണം എന്നാലേ നിൽക്കത്തുള്ളൂ. ജിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എങ്ങനെയുണ്ട്? ജനറൽ നോളജ് ഒക്കെ അടിപൊളിയാണോ? ഓക്കെ, നമുക്ക് ചോദ്യം ചോദിക്കാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇസ് ഹിയർ. മനുഷ്യരിൽ നിന്നും COVID-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം പൂച്ചയാണോ, നായയാണോ, കടുവയാണോ? ഇതെനിക്ക് അറിയത്തില്ല കേട്ടോ, പറഞ്ഞു. COVID-19 വൈറസ് മനുഷ്യരിൽ നിന്നും കിട്ടിയ ആദ്യത്തെ മൃഗം ഏതാണ്? നായ ആയിരിക്കും. വീട്ടിലുള്ള നായയല്ലേ? എനിക്കറിയില്ല, യഥാർത്ഥത്തിൽ അറിയില്ല. പക്ഷെ മനുഷ്യർ കാട്ടിൽ പോയി കൊടുത്തായിരുന്നു, കടുവയായിരുന്നു. ആണോ? അതെങ്ങനെ കടുവയുടെ അടുത്ത് വേണ്ടി കൊടുത്തു? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അടിപൊളി. എന്താണല്ലോ ഞങ്ങളെ ഇന്ന് ആദ്യമായിട്ടല്ലേ വിളിച്ചത്. അപ്പൊ ഇനിയും വിളിക്കണം. ഞങ്ങൾക്കിത് ഈ പ്രോഗ്രാം ആക്ച്വലി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 7:30 to 8:30 ഉണ്ട് കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഈ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഞാനാണ് വിളിക്കുന്നെങ്കിൽ എനിക്ക് പാട്ട് പാടി തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹലോ. എവിടെയായിരുന്നു? ജിമ്മിൽ തന്നെയാണോ? ജിമ്മ് കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ഗോട്ട് കണ്ടു കേട്ടോ. ഗോട്ട് സിനിമ ഞാൻ കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കുവാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യം? കണ്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് അവസാനം ഇഷ്ടപ്പെട്ടില്ല. അതിനിപ്പം വരാൻ പോകുന്ന പടത്തിൽ ക്ലാരിഫൈ ആവോ അതെന്താണെന്നുള്ളത്? ആണോ? അവസാനത്തിന് എനിക്ക് ആകെ കൂടി അങ്ങ് അവസാനമായപ്പോ ഒരു സങ്കടമായിപ്പോയി. ബാക്കിയെല്ലാം ഞാൻ അത്യാവശ്യം കണ്ടിരുന്നു. പിന്നെ വിജയ് നല്ല സിനിമകളും ചെയ്യണമല്ലോ. എന്തോ? അല്ല, വിജയ് ഇതുപോലത്തെ സിനിമകളും ജീൻസ് കണ്ടു കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ പ്രശാന്തിന്റെ പടം ഇപ്പഴാ കാണുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പുള്ളി പടമൊക്കെ ചെയ്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രശാന്ത് ആക്ച്വലി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അതെ. എത്ര നാളായി ഞാൻ ഓർക്കുന്ന ജീൻസ് ഇറങ്ങിയ സമയത്ത് ആ പാട്ടൊക്കെ, ആ താജ്മഹലിന്റെ അവിടെ വെച്ചുള്ള ഒരു പാട്ടൊക്കെ ഇല്ലായിരുന്നോ? പൂവുക്കൾ ഒളിന്തിരിക്കും കനിക്കൂട്ടം അതിശയം. അത് കണ്ടിട്ടുണ്ടോ പാട്ടൊക്കെ? പാട്ട് കണ്ടിട്ടുണ്ട്. എന്ത് രസമായിരുന്നു. അതിനകത്ത് ഐശ്വര്യ റായി ഒക്കെ കാണണം. നമ്മള് വിചാരിക്കും ദൈവമേ എന്തിനാ ഇങ്ങനെ ഒരു മോന്തേ.
അവരെയൊക്കെ കാണുമ്പോഴേ. അത് അന്നത്തെ എന്താണ് ലുക്ക് അങ്ങനെ ആയിരുന്നു. അതെ അതെ. ഇപ്പത്തെ ഐശ്വര്യ റായിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്തൊക്കെ വ്യത്യാസം തോന്നിയിട്ടുണ്ട്? അല്ല, ഐശ്വര്യ റായിക്ക് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇല്ല, പ്ലാസ്റ്റിക് സർജറി ഒന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. അല്ല, അത് കണ്ടാലും അങ്ങനെ തോന്നുന്നില്ലല്ലേ? തോന്നുന്നില്ല. ഓക്കെ. ഈ പ്ലാസ്റ്റിക് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാലിക്കിനോട് തന്നെ കറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുക. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇപ്പൊ സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാർക്കും ഒക്കെ പല രീതിയിൽ ഇപ്പൊ മാറ്റം വരുത്താൻ പറ്റുമല്ലോ. ഇപ്പൊ ആൾക്കാർ ഐബ്രോസിൽ അല്ലെങ്കിൽ ചീക്സിൽ അല്ലെങ്കിൽ ലിപ്സിലൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ മാറ്റുന്നതിനെ കുറിച്ച് മാലിക്കിന്റെ അഭിപ്രായം എന്താ? അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റും ഫ്രീഡമാണ്. ആണോ? അത് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? അവരവർക്ക് തോന്നുന്നെങ്കിൽ ചെയ്യാം. ഓക്കെ, നല്ലവനായ ഉണ്ണി. ഓക്കെ. അപ്പൊ ഈ ഇടയ്ക്ക് വേറെ വല്ല സീരീസോ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? എന്തെങ്കിലും എനിക്ക് കാണാൻ പറ്റുന്ന ദേവര എന്ന് പറയുന്ന സിനിമ ഉണ്ട്. ഏതാ? ദേവര സിനിമയാ? ജൂനിയർ NTRന്റെ സിനിമ. ജൂനിയർ അതാണോ ആ പാട്ടല്ലേ? അതെ. ചവിട്ടിയിട്ട് ഇങ്ങനെ ബാക്ക് മറ്റേ ശ്രീദേവിയുടെ മോള് കാണിക്കുന്നേ. അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, അടിപൊളി പടവാ. കാണണല്ലോ. ഏത് ലാംഗ്വേജിലാ കണ്ടത്? ഞാൻ തെലുങ്കിലാ കണ്ടത്. തെലുങ്ക് തെലുസാ? ആണോ? കൊഞ്ചം കൊഞ്ചം. തെലുങ്ക് അല്ലല്ലോ ഇപ്പൊ പറഞ്ഞ, തമിഴല്ലേ? കൊഞ്ചം കൊഞ്ചം തെലുങ്കിലും ഉണ്ട് ചെറുതായിട്ട്. അതിലും ഉണ്ട് അല്ലേ? ഓക്കെ. എങ്ങനെയാണെങ്കിലും അടിപൊളി. അപ്പൊ അമ്മ നാട്ടിൽ പോവാന്ന് പറഞ്ഞു. അമ്മ നാട്ടിൽ പോകുമ്പോഴത്തേക്കും തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യുവോ? നോക്കാം, ശ്രമിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. പോവാം. ഓക്കെ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. GK റെഡി അല്ലേ? ഓക്കെ. The question is here. GK എന്നുള്ള ക്വസ്റ്റ്യൻ മിക്കവാറും GK എളുപ്പത്തിൽ പറയുമായിരിക്കും. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഈ സംഭവവുമായി ഏത് സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രമാണം, ഇന്ത്യൻ വിഭജനം, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങളിൽ, ചോയ്സുകളിൽ? ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രമാണമാണോ, ഇന്ത്യൻ വിഭജനമാണോ, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണോ? പെട്ടെന്ന് പറയൂ. ഓപ്ഷൻ സി. നോക്കാം. സി എന്നല്ലേ പറഞ്ഞേ? സി. ഓക്കെ. ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? വായിച്ചു കേട്ടിട്ടുണ്ട്. ആണോ? ഞാനിതൊന്നും കേട്ടിട്ട് പോലും ഇല്ലല്ലോ കർത്താവേ. അല്ല, വായിച്ചിട്ടില്ല, അതാണ് ഈ പ്രശ്നം. കറക്റ്റ് ആൻസർ ആണേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. GK ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ആരാണ് അദ്ദേഹം എന്ന് പറയണേ? സർദാർ വല്ലഭായ് പട്ടേൽ ആണോ, C രാജഗോപാലാചാരി ആണോ, CR ദാസ് ആണോ? ഓപ്ഷൻ എയോ എന്നല്ല, നമ്മൾ എ ആണെങ്കിൽ അത് ഓക്കെ. ഓപ്ഷൻ എ ആണോ നോക്കാം. കറക്റ്റ് ആണല്ലോ. എങ്ങനെയാ കറക്റ്റ് ആക്കി? അറിയായിരുന്നു അല്ലേ? ഭയങ്കര വായനക്കാരനായിരുന്നു തോന്നുന്നു. നമുക്കപ്പോ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ. സ്റ്റാർട്ട് സ്റ്റോപ്പും പറഞ്ഞു. GK നോക്കാം. ഓക്കെ. GK ആൻസേഴ്സ് പെട്ടെന്ന് പറയും മാലിക്. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ? മൈസ്പേസ്, ഫേസ്ബുക്ക്, ട്വിറ്റർ. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ? സോഷ്യൽ മീഡിയയിൽ ഏതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള? മൈസ്പേസിലാണോ, ഫേസ്ബുക്കിലാണോ, ട്വിറ്ററിലാണോ? ട്വിറ്റർ ഇപ്പില്ല, എക്സ്. നോക്കാം ഫേസ്ബുക്ക് ആണോന്ന്. കൺഗ്രാറ്റുലേഷൻസ് മാലിക്. ഫേസ്ബുക്ക് എല്ലാം അറിയാല്ലേ? അപ്പം ഇന്ന് വേറെ വിന്നേഴ്സ് ഉണ്ടോ? വേറെ വിന്നേഴ്സ് ഇല്ല. ഇതുവരെ ഇല്ല. ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇനി എത്ര നേരം കൂടി ഉണ്ട്? കുറച്ച് നേരം കൂടി ഇല്ലേ? ഒരു 15 മിനിറ്റ് കൂടി ഇല്ലേ? ഉണ്ട്. ഇന്ന് ഒറ്റയ്ക്ക് വേറെ കോയാങ്കറൊന്നുമില്ല. എന്തോ? ഇന്ന് വേറെ കോയാങ്കറൊന്നുമില്ല കൂട്ടിന്? ഇല്ല, ആരും ഇല്ല. ഞാൻ തന്നെയാ. അതിന്റെ ഒരു ദുഃഖം കാണാനുണ്ടോ മുഖത്ത്? എനിക്ക് കാണുന്നില്ല, TV കാണുന്നില്ല.
കാണുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എനിവേ, അപ്പൊ ഇനി വിളിക്കണേ. വിളിക്കാം. ഓക്കെ, ബൈ. ബൈ. ഓക്കെ, അപ്പൊ എന്നെ പെട്ടെന്ന് വിളിച്ചോ കേട്ടോ. അപ്പം എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഹലോ Hello. ഹലോ, എവിടെയായിരുന്നു? What's up? I'm great. How are you? I'm good. ഞാൻ ഫസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഭയങ്കര കോൾ വെയിറ്റിംഗ്, പിന്നെ ഞാൻ സോഫയിൽ കിടന്ന് ഉറങ്ങിപ്പോയി, പിന്നെ എണീറ്റതാ. 5 മിനിറ്റ് ഉറങ്ങാൻ പറ്റുന്ന ആളാണോ? This is Rishal this side. എന്തോ? ഞാൻ റിഷാലാണ്. എനിക്ക് മനസ്സിലായി. എനിക്ക് എത്ര എങ്ങനെ കിടന്നാലും ഉറങ്ങാം. എനിക്കൊരു ഇരിക്കാനൊരു സ്ഥലം കിട്ടിയാലും ഞാൻ കിടന്നുറങ്ങും, നിന്നും ഉറങ്ങും, എല്ലാം ഉറങ്ങും. ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഒരു കോണ്ടന്റ് വായിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ഉറക്കുന്നവർക്ക് ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കും ഒന്നും വരത്തില്ലെന്ന്. എനിക്കിപ്പം ഞാൻ ചില വീക്കെൻഡ്സിലൊക്കെ ഉച്ചക്കൊക്കെ ഉറങ്ങി ഒരു 2 മണിക്ക് നല്ല ബിരിയാണി ഒക്കെ അടിച്ച് ഉറങ്ങി കഴിഞ്ഞാൽ 7-8 മണി വരെ ഉറങ്ങും. ആണോ? വീട്ടിൽ ഭാര്യയും മക്കളും ഒന്നും പറയത്തില്ലേ? അല്ല, അവരോട് പറയും നിങ്ങൾ പുറത്തു പോയിക്കോളും, ഞാൻ കുറച്ച് ആണല്ലേ? ചിലപ്പോ അവരുടെ മനസ്സിൽ അവരെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അവരോട് നിങ്ങൾ പോയിക്കോ, ഞാൻ പിന്നെ ജോയിൻ ചെയ്യാം. പിന്നെ എനിക്ക് 8 മണിക്ക് എണീച്ചാൽ പിന്നെ എനിക്ക് 10 മണിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റും. എനിക്ക് വീക്കെൻഡിൽ അങ്ങനെ ഉറങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വീക്ക് ഡേയ്സിൽ ജോലിക്ക് പോകുന്നത്. ഓക്കെ, വീക്കെൻഡിലാവുമ്പോൾ ഞാൻ ഉറങ്ങി മരിക്കും. കാരണം ബാക്കിയുള്ള ദിവസം എനിക്ക് 6:20 വീട്ടിൽ നിന്ന് ഇറങ്ങണം, വണ്ടി കയറണം. കാരണം 7:15 ആണ് പഞ്ചിൻ. അപ്പൊ ഞാൻ ഓർക്കും വീക്കെൻഡ് ഞാൻ ശരിക്കും കിടന്നുറങ്ങുമെന്ന്. പക്ഷെ വീക്കെൻഡിലുണ്ടല്ലോ, ഇത് നമ്മുടെ മൈൻഡിൽ അലാം വെച്ചോലെ സമയം. ഞാനും അത് കറക്റ്റ് 5 o'clock വീക്കെൻഡിന് എണീക്കും. ഞാൻ അറിയാതെ കണ്ണു തുറക്കും. പിന്നെ എന്റെ ദൈവമേ, ഉറക്കം പോയല്ലോ എന്നോർത്ത് പിന്നെ സങ്കടപ്പെട്ട് കിടക്കും. വീക്കെൻഡ്സ് നമുക്ക് മൈൻഡ് ട്യൂണായിട്ട് അലാം വെച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എണീക്കും. സത്യം, നമ്മുടെ തലമണ്ട ശരിക്കും ഒരു വല്ലാത്തൊരു സാധനം അല്ലേ? ഓക്കെ, ഞാനിങ്ങനെ വേറെ ഒരു ഇതിലിങ്ങനെ ഒരു കാര്യം കണ്ടോണ്ടിരുന്നപ്പം ഈ എക്സോട്ടിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ വായിക്കുമായിരുന്നു. ഓക്കെ, ഹാവ് യു എവർ ട്രൈഡ് സംതിങ് ഡിഫറെന്റ്? എക്സോട്ടിക് ഫുഡ് ഡിഫറെന്റ് ഞാൻ കഴിക്കാത്തൊരു സാധനം കഴിച്ചാൽ, ഞാൻ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് നമ്മളെ കസാഖ്സ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോഴ്സ് മീറ്റ്. ഹോഴ്സ് മീറ്റ് ഭയങ്കര ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു കഴിച്ചു. എനിക്ക് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഹോഴ്സ് മീറ്റ് ആക്ച്വലി ബീഫിന്റെ ടേസ്റ്റ് തന്നെയായിരുന്നു. ബീഫിന്റെ ടേസ്റ്റും ഇല്ല. എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നി. ഞാൻ പുലാവിന്റെ കൂടെയാ കഴിച്ചത്. ഞാൻ വെറും ഒരു ഹോഴ്സ് മീറ്റ് എന്തോ എണ്ണയിലൊക്കെ മുക്കിയോ എന്തോ ഒരു ഓയിലിൽ മുക്കിക്കൊണ്ടെന്ന് ഒരു ടേസ്റ്റും ഇല്ല. ബേഷ്പർമാക്കാണോ കഴിച്ചേ? ഏതോ ഒരു നല്ല റെസ്റ്റോറന്റിൽ പോയിട്ട് എനിക്കറിയാം, ഫുഡിന്റെ പേര് ബേഷ്പർമാക്ക് എന്നാണ്. ഞാൻ പക്ഷെ അതിന്റെ പുലാവിന്റെ കൂടെ വില്ലേജേഴ്സ് ഉണ്ടാക്കി തന്നു. പുലാവ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുലാവിനകത്ത് ഹോഴ്സ് മീറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ബീഫ് കിടക്കുന്ന. റെസ്റ്റോറന്റിന്റെ പേരെന്താ? റെസ്റ്റോറന്റ് അല്ല, എനിക്ക് ആ ഫുഡിന്റെ പേര് അറിയാവുന്നത്. കാരണം ഞങ്ങള് ഷുബ്ലോക്ക് മൗണ്ടിൽ പോയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു ഇത് മസ്റ്റ് ട്രൈ ആണ്, അവിടുത്തെയാണെന്ന് പറഞ്ഞു. ഈ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഒക്കെ പറഞ്ഞു തന്നു. അങ്ങനെ പോയി കഴിച്ചു. എനിക്ക് വലിയ തോന്നിയില്ല, ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ എന്റെ സ്കൂളിൽ ഇന്റർനാഷണൽ ഡേക്ക് ഈ കസാക്കിസ്ഥാനി എന്നുള്ളവരുണ്ടല്ലോ, അപ്പൊ അവര് ഈ ഫ്രോസൺ ഹോഴ്സ് മീറ്റ് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ സോസേജ് കട്ട് ചെയ്യുന്ന പോലെ അവർ കട്ട് ചെയ്തിട്ട് നമുക്ക് തരും, ഈ ഡ്രൈ ബ്രെഡിന്റെ കൂടെ. അല്ല, ഞാൻ റാഫിൾസിലാ. ജുമേറ സിക്കിം. അവിടെ നമുക്ക് ഒത്തിരി നാഷണാലിറ്റീസ് ഉണ്ടല്ലോ, അപ്പൊ എല്ലാവരുടെയും ഫുഡ് ചിലപ്പോ ഈ ഇന്റർനാഷണൽ ഡേക്ക് നമ്മൾ പോയി മെനക്കിട്ട് കഴിക്കും. ടീച്ചർ റൗണ്ട്സിന് പോകുമ്പോ പിള്ളേരെ ചെക്ക് ചെയ്ത് എടുത്ത് കഴിക്കാറുണ്ടോ? അങ്ങനല്ല, പിള്ളേരുടെ ഭക്ഷണം കഴിക്കത്തില്ല, തരുന്നത് തന്നെത്തുള്ളൂ. അല്ല, ഇപ്പൊ എന്റെ മോക്ക് ക്ലാസ്സിൽ ഫുഡ് മോണിറ്റർ ഒക്കെ ഉണ്ട്, അവര് വന്നിങ്ങനെ ചെക്ക് ചെയ്യും ഫുഡ് കഴിച്ചു. അതേപോലെ ഞാൻ IT അല്ലേ, എനിക്ക് അത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ആ പൊസിഷൻ ചോദിച്ചു വാങ്ങിന്ന് പറഞ്ഞ ഇല്ല അങ്ങനത്തെ ഒന്നും. എനിവേ, അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ചുമ്മാ ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഫുഡ്. ഒക്ടോപസ് കഴിച്ചിട്ടുണ്ടോ? ഒക്ടോപസ് നമ്മള് ABCൽ പോയിട്ട്, ABC ഇല്ലേ, അബ്സല്യൂട്ട് ബാർബിക്യൂസ്, അവിടെ ഉണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അവര് സാലഡ് പോലെ. ഒന്നും സംഭവം എന്താ പറയുക, ഇതൊക്കെ ഫ്രോസൺ മീറ്റാന്ന് തോന്നുന്നു, അതുകൊണ്ട് ടേസ്റ്റ് ഒന്നുമില്ല. ഒക്ടോപസ് കഴിക്കാന്ന് പറഞ്ഞ് കഴിക്കുക, അത്രേ ഉള്ളൂ. കൊറേ ഇങ്ങനെ മറ്റേ സുഷി ഒക്കെ ആണെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് കഴിച്ചാലേ അതിന്റെ ഇത് കിട്ടത്തുള്ളൂ. പച്ചമീനൊക്കെ, നമ്മുടെ പച്ചമീനൊക്കെ ഞാൻ നമ്മളെ അറ്റ്ലാന്റിസിലൊന്നുമില്ല, കിലോഡിയോസ്കോപ്പ്. പണ്ട് ഞാൻ പോയതാ, അവിടെ ഉണ്ടായിരുന്നു. അവിടെ പച്ചമീനൊക്കെ അന്ന് പിന്നെ ഒരു രസത്തിന് വേണ്ടി കഴിച്ചു. എന്തൊക്കെ പറഞ്ഞാലും ശരി, നമ്മള് നല്ല ഒന്നാം തരം ബീഫും പിന്നെ ബീഫിന് ഒക്കൂലൊന്നും.
സത്യം, പൊറോട്ടയും ബീഫും ആണ്. പൊറോട്ടയും ബീഫും, പൊറോട്ടയും നെയ്ച്ചോറും നല്ല. ഞാനിവിടെ നമ്മളെ ഫിഷ് മാർക്കറ്റില്ലേ, അവിടെ നിന്നാണ് മീറ്റ് വാങ്ങിക്കണേ, ബീഫ് വാങ്ങിക്കണേ. അടിപൊളി ബീഫ് കിട്ടും. ആണോ? നല്ലൊരു അറിവാണല്ലോ. ഞങ്ങൾ സാധാരണ മീൻ അവിടെ വാങ്ങിക്കാറുണ്ട്. അല്ല, നിങ്ങൾ അവിടെ പോകുമ്പോ എന്താ അറിയോ, അതിന്റെ മീനിന്റെ അപ്പുറത്ത് തന്നെ ഫിഷ് അല്ല മീറ്റ് ഉണ്ട്, ബീഫിന്റെ എല്ലാ കുറേ. നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സ് പോലല്ലോ, സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് അധികം ഓപ്ഷൻ ഇല്ലല്ലോ, അവർ പറയുന്ന എടുക്കണ്ടേ. ഇത് കുറേ ഷോപ്സ് ഉണ്ട്, അപ്പൊ നമുക്ക് നോക്കി വാങ്ങാം. അപ്പൊ അതെങ്ങനെ നിങ്ങൾ ചോദിക്കും ഇന്ത്യൻ പാകിസ്ഥാൻ അങ്ങനെ? അവിടെ ഫുൾ പാകിസ്ഥാനിയാണ്, പാകിസ്ഥാനി നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റാണ്. നല്ലതാണല്ലേ? ഞാൻ അടുത്ത പ്രാവശ്യം ഷോപ്പിങ്ങിന് പോകുമ്പോ ട്രൈ ചെയ്യാം. അവിടെ ട്രൈ ചെയ്യും, റിബ്സ് ഒക്കെ വാങ്ങി ഒന്ന് കഴിച്ചാണ്ടല്ലോ, അടിപൊളി. അടിപൊളിയാണോ? എനിക്ക് നല്ലൊരു ബ്രിസ്ക്കറ്റ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വീക്കെൻഡ് ആയിട്ട് ഞാൻ നോക്കിയിരിക്കും. മറ്റേ ബീഫിന്റെ ബ്രിസ്ക്കറ്റ്സ് ഇല്ലേ, എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഭയങ്കര ടെംപ്റ്റിംഗ്, നോക്കണം. ഓക്കെ, നമുക്കത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ആരും വരുന്നില്ല എന്റെ കൂടെ. മുടി കളർ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, ഇന്ന് ചുരുട്ടിയതാ. അല്ല, ലൈറ്റിന്റെ ബർഗണ്ടി പോലെ ഇവിടുന്ന് ഫീൽ ചെയ്യുന്ന അത്. ആ കളർ എന്റെ തലമുടിക്കുണ്ട്. GK ആണേ. GK ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്, നോക്കാം. GK ക്വസ്റ്റ്യൻ അവിടെ. ക്വസ്റ്റ്യൻ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ റെഡി ആകുന്നു, ക്വസ്റ്റ്യൻ വരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം എവിടെയാണ്? പെറു, ബ്രസീൽ, മെക്സിക്കോ? ഹരിത വിപ്ലവം മെക്സിക്കോ. ഓക്കെ, നോക്കാം. അതെങ്ങനെ അറിയാം? ഗ്രീൻ റെവല്യൂഷൻ. അല്ല, അത് ഞാനിങ്ങനെ പണ്ട് ഇങ്ങനെ എന്തോ വായിച്ചിട്ടുണ്ട്. ശരിയാണോ അത്? കറക്റ്റാ. ഞാൻ എന്തോ പണ്ടിങ്ങനെ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അതാ വായിച്ചത് എവിടെ? നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യനിൽ വരുമ്പോ ഒരു ഉത്തരം പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. അതെ, എനിക്കറിയത്തില്ല, നിങ്ങളൊക്കെ ഭയങ്കര GK കാരായതുകൊണ്ടായിരിക്കും. അത് തന്നെയാ ഭാഗ്യത്തിന് വരുന്നത്. ചേരി ചേരാ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് എവിടെ? ഡൽഹി, ബനു, കറാച്ചി? ചേരി ചേര ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടല്ലേ? ഡൽഹി. മാലും ഓർമ്മയില്ല ഹിസ്റ്ററി. ഏതെങ്കിലും പറഞ്ഞു? ഡൽഹി ആണോ, ബാനൂങ് ആണോ, കറാച്ചി ആണോ? ഡൽഹി. പേരിൽ വ്യത്യാസം ഉണ്ടായിരുന്ന ബാനൂങ് ആയിരുന്നു കേട്ടോ. ഓർമ്മയുണ്ട്. എനിക്കിതൊന്നും ഓർമ്മയില്ലല്ലോ ദൈവമേ. എന്താന്ന് അറിയത്തില്ല. പഠിക്കേണ്ട സമയത്ത് നന്നായിട്ടൊക്കെ വായിക്കേണ്ടതായിരുന്നു. എനിവേ, റിഷാൽ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, സംസാരിക്കാൻ പറ്റുള്ളൂ, ഒത്തിരി സന്തോഷം. അപ്പൊ അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ഹലോ ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ കോളർ എനിക്കൊന്ന് കണക്റ്റഡ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ മറക്കണ്ട കേട്ടോ. ഇനി എത്ര നേരം ഉണ്ട്? എനിക്ക് ഇനി 10 minutes ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാം കേട്ടോ, നോട്ട് എ പ്രോബ്ലം. അപ്പം ഞാൻ എന്തിനെ കുറിച്ചും കൂടെ തിലകിന്റെ കഥ ഞാൻ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ഓർത്ത് വെക്കും ഞാൻ എന്താ ഇന്ന് വന്ന് സംസാരിക്കേണ്ടതെന്ന്. ഓരോരോ കഥകൾ ഇങ്ങനെ നോക്കി വെച്ചാൽ ഇത് പറഞ്ഞാലോ എന്നിങ്ങനെ ആലോചിച്ച് വെക്കുക. അവസാനം ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. അതാണ് വേറൊരു കാര്യം. ഓക്കെ, അതിന്റെ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഇന്നലെ നിങ്ങൾ ലൈവ് കണ്ടവര് കണ്ടിട്ടുണ്ടാവും WMCയുടെ ഓണം പരിപാടിയെ കുറിച്ച്. അനുശ്രീ ഒക്കെ വരുന്ന അത് October 6 ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട്. അന്ന് ഞാനും അവിടെ ഉണ്ടായിരിക്കും, ഞാനായിരിക്കും ആങ്കറിങ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ഇന്നിപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ ഇന്നവരെല്ലാവരും കൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നിടത്തോട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഡാൻസും ചെയ്തായിരുന്നു, ആങ്കറിങ്ങും ചെയ്തായിരുന്നു. ഡാൻസൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. പകുതി സ്റ്റെപ്പും ഞാൻ മറന്നുപോയി. പണ്ടൊക്കെ ആണെങ്കിൽ നോക്കിക്കളിക്കാൻ മഹാവിരുദ്ധയാണ് ഞാൻ കേട്ടോ. എനിക്കിങ്ങനെ ഒരു കണ്ണിങ്ങനെ കോങ്ങുണ്ടാവും അവസാനം, അതുപോലെ ഞാൻ നോക്കിക്കളിക്കും. കാരണം പ്രാക്ടീസിനൊന്നും നേരെ ചുവ പോകത്തില്ല. പക്ഷെ സ്കൂൾ സമയത്തൊക്കെ ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ഒക്കെ വെച്ചിരിക്കുന്ന കാരണം അപ്പം നമ്മൾ എപ്പോഴും പോകും. ഇപ്പം നമുക്കിപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പം ഇവിടെ ആണെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് പല അസോസിയേഷൻ ഇവന്റ്സ് ഒക്കെ നടക്കുമ്പോൾ ഓരോ ലേഡീസും ഇപ്പൊ ജെൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എന്ത് സമയം എടുത്തിട്ടാണെന്നറിയാവോ
പ്രാക്ടീസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, ഇതാരാ? എന്റെ പേര് അലി. ആരാ? അലി. അലി. എന്നാ ഉണ്ട് അലി വിശേഷം? നല്ല സുഖമായിട്ട് പോകുന്നു. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എന്തുവാ? എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എന്റെ വിശേഷം നല്ല വിശേഷം. ഒക്ടോബർ ആയി, തണുപ്പൊക്കെ വന്നു തുടങ്ങുന്ന സമയം ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ഇന്ന് വൈകുന്നേരം ഇറങ്ങിയപ്പോ ചെറിയ കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അലിക്ക് എന്ത് തോന്നി? എനിക്കാണ് ഗാന്ധി ജയന്തി ആയിട്ട് നമ്മൾ ചെറിയൊരു റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ റെസ്റ്റ് എടുക്കാം. അത് വളരെ സന്തോഷം. അത് കേട്ടിട്ട് കേട്ടോ. ഗാന്ധി ജയന്തി ആയിട്ട് ഓരോ ആൾക്കാർ അത് ഓർത്ത് ഒരു റൂംമേറ്റ്സ് ഒക്കെ അത് സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ. എന്താണ് നിങ്ങൾ എല്ലാവരും കൂടെ തീരുമാനിച്ച കാര്യമാണോ അത്? നമ്മുടെ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചത്. നമ്മുടെ റൂമില് ബഷീർ എന്ന് പറഞ്ഞൊരു ഒരാളുണ്ട്. മൂപ്പരാണ് ഇതിന്റെ കോർഡിനേറ്റർ. ഞാൻ ഓണം, വിഷു ഇതിനൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഗാന്ധി ജയന്തി ഒക്കെ നമ്മൾ സ്കൂളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു എല്ലാവരും കൂടെ താമസിക്കുന്നവർ സെലിബ്രേറ്റ് ചെയ്യുന്നപ്പോഴത്തേക്കും ദാറ്റ് ഈസ് ലൈക്ക്, ഞാൻ പെട്ടെന്ന് ഞെട്ടി കേട്ടോ. ഓക്കെ, എന്താണെങ്കിലും സന്തോഷം. അപ്പം എങ്ങനെയായിരുന്നു സെലിബ്രേഷൻ? ഫുഡൊക്കെ എല്ലാവരും കൂടെ കഴിച്ചു, അങ്ങനെയൊക്കെയാണോ? ഫുഡൊക്കെ ബഷീർ നമ്മുടെ സ്പോൺസർ ചെയ്യുക ചെയ്ത്. ഓക്കെ, അപ്പൊ ഇന്ന് ഗാന്ധി ജയന്തി പ്രമാണിച്ച് ബഷീർ ഖാന്റെ ഫുഡായിരുന്നു നിങ്ങൾ എല്ലാരും കഴിച്ചത്? അതെ. ഓക്കെ, റൂം മേറ്റ്സ് ആരൊക്കെയുണ്ട്? എത്ര പേരുണ്ട് അവിടെ? അവരുടെ പേരെന്താ? നമ്മുടെ ഒരു 12 പേരുണ്ട്. 12 പേരോ? അതെ അതെ. ഓക്കെ, അവരാരൊക്കെ അവിടെ അടുത്തുണ്ടോ? അവര് കൊറേ പേര് പണിക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. 4-5 പേരുണ്ട് ഇപ്പൊ ഇവിടെ. ഓക്കെ, അവരൊക്കെ പേരൊക്കെ പറഞ്ഞോളൂ. ഒരാളുടെ പേര് ബഷീർ. ഓക്കെ, ഹായ് ബഷീർ. പിന്നെ അലി, മദ്നാൻ. അലി ഇപ്പൊ 2 പ്രാവശ്യം പറഞ്ഞ 2 അലിയാണോ? ഞാന് കൂടാതെ വേറെ അലിയും കൂടി. 2 അലി. ഓക്കെ, മദ്നാൻ. പിന്നെ ബഷീർ നമ്മുടെ കോർഡിനേറ്റർ അടുത്തുണ്ട്. ഇന്ന് ബഷീർഖാന്റെ വക എന്തായിരുന്നു? ബിരിയാണി ആയിരുന്നോ? നമ്മള് തേഴ്സ്ഡേ ബിരിയാണി ഉണ്ടാവില്ല. തേഴ്സ്ഡേ ഗ്രില്ലാണ്. ഓരോ ദിവസവും നിങ്ങൾ ഓരോ ദിവസം നമുക്ക് സൺഡേ ബിരിയാണി. ഓക്കെ, ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന സന്തോഷങ്ങളാണ് അല്ലേ? ഓരോ ദിവസവും നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒക്കെ. നിങ്ങൾ കുക്ക് ചെയ്യുവാണോ അത് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കണോ? നമുക്കൊരു കുക്ക് വരും. അബുദാബിയിൽ സിസ്റ്റം എന്ന് പറഞ്ഞാല് നമുക്ക് കുക്ക് ഉണ്ടാവും. ദുബായ് പോലെയല്ല. അബുദാബി കുറച്ചും കൂടി കമാൻ പോയിട്ട് അറിയില്ല. അറിയാം. അതെ, അപ്പൊ ഭക്ഷണത്തിനൊക്കെ ഒരു ഗവേഷണ നിരീക്ഷണമൊക്കെ നടത്തുന്ന ആൾക്കാരായിരിക്കും. അലി ആദ്യമായിട്ടാണോ UBLോട്ട് വിളിക്കുന്നത്? അലി സെക്കൻഡ് ടൈമിലാണ്. അപ്പൊ ഇതിന് മുന്നേ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ ഗെയിം എന്ന് അറിയാലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ നിങ്ങൾ സമയം കളയണ്ട. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞ് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, ഗോ. സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറയുന്നില്ലേ? നന്നായി. GK എങ്ങനെയുണ്ട്? ജനറൽ നോളേജ് നല്ല ബുദ്ധിയുള്ള ആളാ? തീർച്ചയായും. നോക്കാവേ. എന്തുവാ എനിക്കൊന്നും മനസ്സിലായില്ല. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ട മുഖ്യമന്ത്രി ആരാന്നാണ് ക്വസ്റ്റ്യൻ. കെ കരുണാകരനാണോ, AK ആന്റണി ആണോ, അച്യുത മേനോനാണോ? എങ്ങനെയാണ്? രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വായിക്കാറുണ്ടോ? തീർച്ചയായും അറിയാം. അവിശ്വാസ പ്രമേയങ്ങള് എനിക്ക് തോന്നുന്നത് കെ കരുണാകരനായിരിക്കേണ്ട സാധ്യത. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഈ 3 ഓപ്ഷനകത്തുനിന്നും തോന്നുന്നത് കെ കരുണാകരനാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് നോക്കാവേ ശരിയാണോന്ന്. ഏറ്റവും കൂടുതൽ തവണ അവിശ്വാസ പ്രമേയങ്ങളെ നേരിട്ട മുഖ്യമന്ത്രി. ഓക്കെ, ആൻസർ ഏതാണ്? കെ കരുണാകരനാണോ? അതെ. ആണോ? ഇവിടെ വന്നിട്ടില്ല. ആണോ? യെസ്. അലി സന്തോഷിക്കൂ. അങ്ങനെ തന്നെ. എനിവേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാൻ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. എന്നതാ? അടുത്ത സ്റ്റോപ്പ്. ഓക്കെ, GK ആണ്. പിന്നെയും ബുദ്ധിപരമായിട്ട് നമുക്ക് പോവാം. പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം. കുങ്കുമം, വാനില, കുരുമുളക്. പച്ച സ്വർണം എന്നറിയപ്പെടുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ്? കുങ്കുമമാണോ, വാനിലയാണോ, കുരുമുളകാണോ? കുരുമുളക്. പെപ്പർ. അതിന്റെ
പച്ച സ്വർണ്ണം എന്നല്ല, വാനിലേനെയാ പറയുന്നത്. ഓ സോറി മാം. കുരുമുളകിന് വേറൊന്നുമല്ല പറയുന്നത്. ബ്ലാക്ക് ഗോൾഡ് ആണോ? കുരുമുളകിന് വേറെ എന്തോ പേരാ കേട്ടോ, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എനിവേ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. നിങ്ങൾ ഇന്ന് ഗാന്ധി ജയന്തി വീട്ടിൽ ആഘോഷിച്ചെന്ന് പറഞ്ഞതിലും ഞങ്ങൾ ഒത്തിരി സന്തോഷമാണ് കേട്ടിട്ട്. അപ്പൊ ഇനി വിളിക്കാം കേട്ടോ. അലി, ബഷീർ, ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പെട്ടെന്ന് കിട്ടുന്നില്ല, ബട്ട് ഇനി വിളിക്കാം കേട്ടോ. Weekly once we will call. Thank you so much. Call on a Wednesday. I'll be here. Okay? അപ്പം എനിവേ, അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ തന്നെ വന്നിന്ന് എനിക്ക് ഇന്ന് കോളേഴ്സിൻ്റെ അവിടെ കാരണം കുറേ പേരൊക്കെ ട്രാഫിക്കിൽ പെട്ട് കിടക്കുകയാണെന്ന് അറിയത്തില്ലല്ലോ. എനിവേ എന്നെ വിളിച്ച് എല്ലാവർക്കും ഒത്തിരി 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 താങ്ക് യു. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ടോണിയും റിജിലും ഒക്കെ ഇവിടെ അർഷാദും ഒക്കെ ഇവിടെ എല്ലാവരും ഉണ്ട്, മറിയ ചേച്ചിയുണ്ട്. ഇപ്പം ഞങ്ങളെല്ലാവരും ഇനി കുറേ നേരം ഇവിടെ തള്ളൊക്കെ പറയാനായിട്ട് പോവാണ്. തള്ളാനായിട്ട് അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് പോകാൻ സമയമായി. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹാപ്പി ആയിട്ട് ഇരിക്കുക. സോ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം സിമി. ഗുഡ് നൈറ്റ്.